ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാലേ, ഈ ഇലച്ചെടി ഞാനൊരു കുപ്പിക്കകത്ത് ഞാൻ നട്ടിരുന്നു. വേറെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് നട്ടിരുന്നു. അന്നേരം ഇത് ഞങ്ങൾക്ക് വിത്ത് പൊട്ടുന്നൊന്നുമില്ലായിരുന്നു. അത് ഞാൻ പിന്നെ എടുത്ത് ഈ ഒരു പഴയൊരു ബക്കറ്റിനകത്ത് വെച്ച്, ആ സമയത്ത് ഇതിന് നിറയെ ഇഷ്ടംപോലെ ശിഖരങ്ങൾ വേറെ മുളച്ചുണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിനകത്ത് കുറച്ച് 2 തൈ ഇതിനകത്ത് പറിച്ച് നമുക്ക് വേറെ ഒരു കവറിനകത്ത് നടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ചെയ്യാൻ പോവാണേ. എപ്പോഴും എൻ്റെ കൈ വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കവറിനകത്താണ് വെക്കുന്നത്. ഇത് ഞാൻ അരി മേടിച്ച കവറാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നടാൻ പോവാണേ. വളമുള്ള മണ്ണാണ്, അതുകൊണ്ട് ഞാൻ ഈ മണ്ണിനകത്ത് വേറൊന്നും വളങ്ങളൊന്നും ചേർക്കുന്നില്ല. അതാണ്ട് ഇതിനകത്ത് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഇങ്ങനെ എടുക്കുകയാണ്. ഈ 2 വേര് ഉണ്ടായിക്കോളും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ കാത്ത് വെക്കുകയാണ്. ഞാനിതിനെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയൊരു നാമ്പായിട്ടായിരുന്നു അത് കുപ്പിയിൽ നിന്നത്. അപ്പോഴെനിക്ക് കാണാൻ ഭംഗി ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്കത് ഒരു വലിയൊരു തൈ ആക്കണമെന്നൊരു ഇതുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ ബക്കറ്റിൽ അങ്ങനെ ആക്കി. അതുകൊണ്ട് ശരിക്കും അതിനകത്ത് വിത്ത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പൊട്ടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ പകർത്തുക. അപ്പം നമുക്ക് ആ ഒരു ചെടി കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റ.